നന്ദേട്ടാ, ഈ ലഷ്കർ ഇ തൊയ്ബയുടെ രാഷ്ട്രീയ വിഭാഗം തലവനായിട്ടുള്ള മൗലാന കാഷിഫ് അലിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. കുറേ നാളുകളായി അജ്ഞാതൻ്റെ പേരുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന ആളുകൾ, അങ്ങനെ പല ആളുകളും പാകിസ്ഥാനിലും കാനഡയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഒക്കെ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അവർ താമസിക്കുന്ന വീടുകളിൽ, നാടുകളിലൊക്കെ പോയിട്ടാണ് ഈ അജ്ഞാതൻ തീർത്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് അജ്ഞാതൻ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അതിനിടയിലാണ് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തീവ്രവാദി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കം വന്നിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ സർക്കാരിനെ വലിയ നിലയിൽ നിശ്ചിതമായി വിമർശിച്ചിട്ടുമുണ്ട്. ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ് തലവനുമായ ഹാഫിസ് സയ്യിദ്, ഈ ഹാഫിസ് സയ്യിദിന് അമേരിക്ക ഏകദേശം 10 മില്യൺ അമേരിക്കൻ ഡോളർ തലയ്ക്ക് വില കൽപ്പിച്ച ആളാണ്. ഇയാൾ ഭയങ്കര ഭയത്തിലാണ്. അടുത്തത് ഇയാളാണോ എന്നുള്ള സംശയത്തിലാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയുടെ ഒരു എന്താ പറയുക, സുരക്ഷയുടെ മുഖം അല്ലെങ്കിൽ സുരക്ഷ, ഈ ആഭ്യന്തര സെക്യൂരിറ്റി, അത് ഇന്ത്യക്കകത്ത് മാത്രം കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യയുടെ ശത്രുക്കൾ ഓരോന്നായിട്ട് തീരുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്തായിരിക്കും? അല്ല, അത് ഒരു സ്വാഭാവികമായിട്ട് വേണ്ടതാണേ. കാരണം ഈ അക്രമകാരികൾ, ഇപ്പം ആകെ ഒരു ഗുണം ഈ അക്രമകാരികൾ ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബക്കാർക്കാണെങ്കിലും ജമാഅത്ത് മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിലും IS-കാർക്കൊക്കെ അടക്കം മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം അവരാരെങ്കിലും കൊന്നാൽ അവർക്ക് സ്വർഗത്തിൽ പോകാം. അപ്പോൾ സ്വർഗത്തിൽ പോയിട്ട് അവർക്ക് ഹൂറികളുടെ ഒത്ത് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അവരെല്ലാവരും സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഈ അസുരന്മാരെ ഏത് തരത്തിലാണോ സ്വർഗത്തിലേക്ക് അയച്ചത് അതുപോലെ ഇവര് സ്വർഗത്തിലേക്ക് അയക്കുകയാണ്, രക്ഷപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനകത്ത് ഈ നേരത്തെ അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം. ഇന്ത്യയിൽ പാർലമെന്റ് ആക്രമിക്കാം, അതേപോലെ തന്നെ അവിടെ ഡൽഹിയിലെ പല സ്ട്രീറ്റുകളിലും ബോംബാക്രമണം നടത്താം, ഇവിടെ ഗേറ്റ് മുംബൈയിൽ ആക്രമണം നടത്താം, എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം. ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാല് കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകൾ, അഫ്സൽ ഗുരുവിനെ പോലുള്ള ആളുകൾ തൂക്കി കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ളത്. കാരണം അങ്ങനെ അവര് മയ്യത്ത് നമസ്കാരം നടത്തും, ഈ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കും. നമ്മുടെ മതേതരത്വക്കാരൻ്റെയൊക്കെ ബുദ്ധിജീവികളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണത്. കാരണം 10 കാശ് കിട്ടിയാൽ മതി, നക്കാപ്പിച്ച കാശ് ഇവിടുന്ന് നമ്മുടെ ഈ തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ നിന്ന് കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഏത് തീവ്രവാദിക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. യാതൊരു മടി അവർക്ക് ഇക്കാര്യത്തിലില്ല. കേരളത്തിൽ അവർക്ക് അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കിയിരിക്കുന്നതിൽ ഇത്തരത്തിൽ ഉള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പണം പറ്റാത്ത ഒരൊറ്റ ബുദ്ധിജീവിയിൽ കേരളത്തിലില്ല. ഇവർ പണം പറ്റിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. ഇന്നിപ്പോൾ അവർക്കൊന്നും യാതൊരു സ്കോപ്പും ഇല്ല. ഈ പലരുടെ സ്കോപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ സവിശേഷത, ഇന്ത്യയിലെ സവിശേഷത അതാണ്. കാരണം നേരത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിമാസം കൃത്യമായിട്ട് ശമ്പളം പറ്റാമായിരുന്നു. ഇന്ന് അങ്ങനെ യാതൊരു സാധ്യതയില്ല. ഇന്ത്യയിൽ ഇത്തരത്തിലെ സ്ഫോടനത്തിന് സ്പേസും ഇല്ല. അഥവാ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ പുൽവാമയിൽ പോലെ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാലക്കോട്ട് പോലെ തിരിച്ചടിക്കും. അത് ഈ വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചറിയാം. അപ്പൊ അങ്ങനെ തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അജ്ഞാതന്റെ പേരിലായിരിക്കാം, അത് ജ്ഞാതന്റെ പേരിലായിരിക്കാം, അവരുടെ സുഹൃത്തുക്കളുടെ പേരിലായിരിക്കാം, ആരുടെ പേരിൽ വേണമെങ്കിലും ആയിരിക്കാം. ഏതാണെങ്കിലും ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന ഒരാൾക്കും ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാൻ അല്ലെങ്കിൽ വിദേശത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പരിപാടി. ശരിക്കും അത്തരത്തിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതിനാണ് എല്ലാത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഈവൻ ടു മറ്റു രാജ്യങ്ങളുടെ പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും എല്ലാ വിദേശ രാജ്യങ്ങളടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അത് തന്നെ പാകിസ്ഥാനിൽ സംഭവിച്ചു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ഏതാണെങ്കിലും ഇവരെ സംബന്ധിച്ച്, തീവ്രവാദികളെ സംബന്ധിച്ച് ഒരു രാജ്യത്തും അവർക്ക് ജീവിക്കുവാനുള്ള അനുവാദം കൊടുക്കില്ല. കാരണം നാട് എപ്പോഴും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകണം. അതിനെ തകർക്കാൻ ആരെയും അനുവദിക്കാൻ വേണ്ടി പാടില്ല. അതിനെതിരായിട്ട് ആരെങ്കിലും പരിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് ശക്തമായ നടപടി സർക്കാർ എടുക്കും. ഇത് നമ്മൾ മാത്രമല്ല, എല്ലാ വിദേശ രാജ്യങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അമേരിക്കയിൽ തന്നെ പറയുന്നത്, അമേരിക്കയിൽ അത്തരം 15 ചാരപ്രസ്ഥാനങ്ങളുണ്ടെന്നാ പറയാ. ആ ചാരപ്രസ്ഥാനങ്ങളുടെ നേതാവ് ഒരു ഇന്ത്യക്കാരിയാണല്ലോ. എന്താ, ഒരു തുളസി ഗബ്ബാറാണ്. അവരാണ് അതിന് നേതാവ്. അവരടക്കം എടുക്കുന്ന സമീപനം എന്താണ്?
അമേരിക്കക്കെതിരായിട്ട് ആരെങ്കിലും പടവാളെടുത്തിട്ടുണ്ടെങ്കിൽ ആ പടവാളെടുക്കുന്നതിന് കൈവെട്ടി മാറ്റും. അതിനകത്തൊരു സംശയം ഉണ്ടാവില്ല. അത് അമേരിക്കയുടെ നയമാണ്, അത് ഇസ്രായേലിന്റെ നയം അത് തന്നെയാണത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ നയം അതാണ്. ഒരു സമയത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം ഏത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പരിപോഷിക്കുന്ന സമീപനമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ തരത്തിലുള്ള ഭുജികളെ സംബന്ധിച്ച് ഇന്ത്യയിൽ അവർക്ക് രക്ഷയില്ലാത്ത കാരണമാണ് ഇപ്പൊ. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് സമാധാനം കാക്ഷിക്കുന്നവർക്ക് ജീവിക്കാം. അതുകൊണ്ടാണല്ലോ ഇവിടെ കുംഭമേള നടക്കുന്നത്. സമാധാനപരമായിട്ട് നിങ്ങൾക്ക് കുളിക്കാം. 40 കോടി ജനങ്ങൾ കുളിക്കുന്ന സമയത്ത് ആ കുളിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്തമായ കേന്ദ്ര സർക്കാർ ഇവിടെയുണ്ട്. മറിച്ച് പഴയ കാലത്ത് അങ്ങനെയല്ല. ഇവർക്ക് എവിടെയും പോകാൻ സാധിക്കില്ല. അവിടെ ട്രെയിനിൽ വന്നിറങ്ങിയ ട്രെയിൻ വേണമെങ്കിൽ സ്ഫോടനം ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ നിന്നുള്ള മാറ്റമാണ് ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകളുടെ അവരുടെ മടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവര് വേണ്ടി വന്ന് ആക്രമിക്കുന്ന അവര് ഒരു ഒതുക്കുന്ന സർക്കാരിന്റെ സമീപനം. ആ സർക്കാരിന്റെ സമീപനമാണ് ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവിന് സംഭവിച്ചിരിക്കുന്നത്. അത് അനിവാര്യമായിട്ടുള്ളത് തന്നെയാണ്. ഒരു കാരണവശാലും അതിനെ വച്ചു പുലർത്താൻ പാടില്ല. അതിനകത്തൊരു എക്സംഷൻ കിട്ടുന്ന പലപ്പോഴും കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ ഇത്തരം തീവ്രവാദികൾക്കെല്ലാം ഒരു വലിയൊരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറുന്നു. ഞാനതിന് മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നില്ലെങ്കിൽ പോലും കേരളം അത്തരം തീവ്രവാദികൾക്കുള്ള ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് മാറുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും. അതായത് ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക്, അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വരെ എത്രത്തോളം സുരക്ഷ അന്ന് കിട്ടിയിരുന്നു എന്നത് തെളിയിച്ചു തരുന്ന ഒരു കാര്യമായിരുന്നു അത്. അവിടെ ആ സമയത്ത് ഇവരൊക്കെ കൊല്ലപ്പെട്ടപ്പോഴും അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ മുംബൈ ഭീകരാക്രമണം ഉണ്ടാവുന്നു, കാശ്മീരിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, കാശ്മീരിലേക്ക് ആളുകൾക്ക് കടക്കാൻ പറ്റാത്ത സ്ഥിതി, അവിടുത്തെ ജനങ്ങളെ ചാവേറുകളാക്കി മാറ്റുന്നു. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഗേറ്റ് വേയിലും എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം ഉണ്ടാകാൻ, പാർലമെന്റ്, ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷ കിട്ടേണ്ട സ്ഥലമാണ് പാർലമെന്റ്, ആ പാർലമെന്റിൽ വരെ ആക്രമണം ഉണ്ടാവുകയാണ്. അപ്പം കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ ഇത്രയ്ക്ക് മാത്രമേ പ്രാധാന്യം സുരക്ഷയുടെ കാര്യത്തിൽ കൊടുത്തിരുന്നുള്ളൂ എന്നത് ഒന്ന്. ഇപ്പോ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം പോലും ഇന്ത്യയുടെ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് കാശ്മീരിലൊക്കെ വല്ലപ്പോഴും ഒരു അറ്റാക്കൊക്കെ ഉണ്ടാകുക എന്നല്ലാതെ ഇന്ത്യയിൽ ഒരു സ്ഫോടനമോ ഒരു കോയമ്പത്തൂർ സ്ഫോടനം പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു നിശ്ചയദാർഢ്യത്തിന്റെ ഒരു കരുത്ത് തന്നെയല്ലേ? ഒരു സംശയവുമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സമയത്ത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയെ മാത്രം നോക്കണ്ടല്ലോ. മഹാത്മാഗാന്ധിന്റെ സംഭവം എന്തായിരുന്നു? മഹാത്മാഗാന്ധിയെ വധിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുള്ള 6ാമത്തെ പരിശ്രമം നടത്തിയിട്ടും അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ അതിന് അനുവാദം കൊടുത്തില്ലേ? അന്നുണ്ടായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. എന്നിട്ട് നാഥുറാം വിനായക് ഗോഡ്സെക്ക് ബിർള മന്ദിരത്തിൽ താമസിക്കാൻ അനുവാദം കൊടുത്തില്ലേ? ഇത് ചെയ്തതാരാണ്? കേന്ദ്ര സർക്കാരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസിന്റെ സർക്കാരാണ്. അതുകൊണ്ടാണല്ലോ നാഥുറാം വിനായക് ഗോഡ്സെ അവിടെ വന്നിട്ട് അയാളുടെ 3ാമത്തെ അറ്റാക്കിലാണ് അയാൾ മഹാത്മാഗാന്ധി കൊല്ലാനായിട്ട് സാധിക്കുന്നത്. അയാൾ മഹാത്മാഗാന്ധിയെ കൊന്നു. അതേപോലെ ഇത് സാധാരണ ഈ കൊടുത്ത കൊലത്തും കിട്ടുന്നുള്ളൊരു വാക്കുണ്ട്. ഇത് തന്നെ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും സംഭവിക്കുന്നു വിചാരിച്ചാൽ മതി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ പണി ചെയ്തിട്ട് നെഹ്റു മരിച്ച സമയത്ത് യാതൊരു വേവലാതി ഇല്ലാതെ കണ്ട് പ്രതികളെ സ്വയം നിശ്ചയിക്കുന്നതായിരുന്നു നെഹ്റു. മറിച്ച് അതിന് മറുപടി കിട്ടിയത് അദ്ദേഹത്തിന്റെ മകൾക്കാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇന്ദിരാഗാന്ധിയുടെ അവരുടെ തന്നെ സെക്യൂരിറ്റിയിൽപ്പെട്ട ഒരാളാണ് അവരെ വധിക്കുന്നത്, വെടിവെച്ചു കൊല്ലുന്നത്. എത്ര നിഷ്ഠൂരമാണ് കൊലപാതകം ഇന്ദിരാഗാന്ധിയുടെ. അതേപോലെ തന്നെ രാജീവ് ഗാന്ധി മാലയിടാൻ വരുന്ന ആളാണ് കൊലപ്പെടുത്തുന്നത്. അവർക്കായിട്ട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ ബന്ധം എന്താണ്? അവർക്കായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ബന്ധം എന്താണ്? സോണിയാഗാന്ധിയുടെ ബന്ധം എന്താണ്? അവർക്ക് മാപ്പ് കൊടുക്കാൻ ഇവരാരാണ്? എന്ന് വെച്ചാൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ അച്ഛനെ കൊന്നാലും കൊള്ളാം, അമ്മുമ്മയെ കൊന്നാലും കൊള്ളാം, ആ കൊല്ലുന്ന ആളുകളൊക്കെ സംരക്ഷിക്കേണ്ടവരാണ് തങ്ങളെന്നുള്ളൊരു വലിയ ചിന്തയുണ്ടായിരുന്നു. ഇത് സാധാരണക്കാരനെ പോലും കേരളത്തിലുള്ള സ്വസ്ഥതയ്ക്കെടുത്തിയതാണ്. ഒരു സമയത്ത് കേരളത്തില്, ഇന്ത്യയില് ആളുകൾക്ക് സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. വ്യാപകമായിട്ടുള്ള ഇത്തരം തീവ്രവാദി ആക്രമണങ്ങളായിരുന്നു. ഇന്ന് ആക്രമണങ്ങളില്ലല്ലോ. കാരണം സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് കൃത്യമായിട്ട് ഭാരതീയരെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. ആ സർക്കാർ നടപടിയെടുക്കും. ആ നടപടിയെടുക്കുന്നുള്ള ബോധ്യം വന്നതിൻ്റെ പേരിലാണ് തീവ്രവാദികൾക്ക് ഇന്ത്യയിലെ തലപൊക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെയുള്ള തീവ്രവാദികൾക്കും തോന്നും, ഞാൻ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ട് ഞാൻ മരിച്ചുപോയാലും എനിക്കെന്താ കുഴപ്പം, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, അവിടെ പോയിട്ട് ഹുറികളുടെ കൂടി ജീവിക്കാമല്ലോ എന്നുള്ളൊരു മോഹത്തിൻ്റെ പുറത്താണ് ഇത്തരം കുഴപ്പങ്ങൾ കാണിക്കുന്നത്. അവരെല്ലാം ഇന്നിപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ആ പാകിസ്ഥാനിലാണ് ബിൻ ലാദൻ അടക്കമുള്ള ആളുകൾ അവിടെയാണ് താമസിച്ചിരുന്നത്. അവരെ ശക്തമായിട്ട് നേരിടേണ്ടത് ലോകത്തിൻ്റെ സമാധാനത്തിന് അനിവാര്യമാണ്. ഇത് ഇന്ത്യക്ക് തിരിച്ചറിയാം.
ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് തിരിച്ചറിയാം. ആ തിരിച്ചറിയുന്നതിന്റെ പേരിലാണ് പാകിസ്ഥാനിൽ ചെന്നിട്ടാണെങ്കിൽ പോലും ശക്തമായിട്ട് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അവർ അജ്ഞാതന്റെ വെടിയേറ്റ് മരിക്കുന്നുണ്ടെങ്കിൽ ഈ അജ്ഞാതൻ പലപ്പോഴും ലോകഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അതാണ് അജ്ഞാതന്മാര്. ഈ ലോകഹിതം അറിയുന്നവന് അജ്ഞാതൻ എന്നുള്ള പേര് വേണ്ടി കൊടുത്തോളൂ. നമ്മൾ പലപ്പോഴും ഭഗവാൻ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. ഈ ഭഗവാൻ നമ്മളാരും കാണാറില്ലല്ലോ. ഈ ഭഗവാന്മാരാണ് ഈ അജ്ഞാതന്മാര്. ഈ അജ്ഞാതന്മാർ ഇത്തരം തീവ്രവാദികളായിരിക്കുന്ന ആളുകളെ അവര് നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ആളുകളാണ്. ഇതിനൊക്കെയാണ് സത്യത്തിൽ അവതാരം എന്നൊക്കെ പറയുന്ന ഇവരാണ് അവതാരം. ആധുനിക കാലത്തെ അവതാരങ്ങളാണ് ഇത്തരത്തിലെ അജ്ഞാതന്മാര്. ഈ അജ്ഞാതന്മാര് തീവ്രവാദികളായിട്ടുള്ള ആളുകളെ അവര് മടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരില്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാണ്. സമാധാനമാണ് ലോകത്തിന് ആവശ്യം. ആ സമാധാനം കെടുത്തുന്ന ഒരു ശക്തികളെയും ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ലോകത്തിൻ്റെ മുന്നോട്ട് പോക്ക്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയാണെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള വസ്തുതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും.